മലപ്പുറം തവനൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രസംഗം വിവാദത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ആ പ്രസംഗം നടന്നത്. ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ വിജയിപ്പിക്കുന്നവർക്ക് സൗജന്യ വിദേശയാത്ര ഓഫർ ചെയ്യുന്നുവെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് CP ബാവ ഹാജിയുടെ പ്രഖ്യാപനം. VS ജോയ്ക്ക് ഏറ്റവും കൂടുതൽ ലീഡ് നൽകുന്ന കേസിലാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ SP-യോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അത് UAE പോകാൻ ഒരു റിട്ടേൺ ടിക്കറ്റും 15 ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള അക്കോമഡേഷനും സ്പോൺസർ ചെയ്ത്. ഓക്കെ, അത് മംഗലം തന്നെ അടിക്കുമെന്നായിരിക്കും തോന്നുന്നത്. അടിക്കുകയാണെങ്കിൽ മംഗലത്തിൽ അടിക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ബൂത്തിലാണ് നിങ്ങളുടെ പണി. ബൂത്തിൽ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ബൂത്ത് ആരാണ് ലീഡ് ചെയ്യുന്നത് നോക്കണം. ഏത് ബൂത്താണ് ലീഡ് ചെയ്യുന്നത്? പഞ്ചായത്തും ഒരു ടിക്കറ്റ് കൊടുക്കുമെന്നാ പറഞ്ഞത്. ഒരു റിട്ടേൺ ടിക്കറ്റ് പഞ്ചായത്തോട് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന ബൂത്ത് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യണം കേട്ടാ. ഇനി തമാശയും കളിയൊന്നുമില്ല. നമുക്ക് വോട്ട് ചെയ്യലാണ്. ഇനി ചേർക്കാനും ഇപ്പൊ സമയമില്ല. അപ്പൊ അതുകൊണ്ട് അതിനുള്ള പണിയെടുക്കാം. ഇപ്പോഴിതാ സാലിഹ് കൂടി ചേരുകയാണ്. സാലിഹ്, മുസ്ലിം ലീഗ് നേതാവ് CP ബാവ ഹാജി ഏറ്റവും കൂടുതൽ ലീഡ് ഉയർത്തുന്ന ബൂത്തിലുള്ളവർക്കാണ് ഇങ്ങനൊരു വിദേശയാത്ര ഓഫർ ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായ ചട്ടലംഘനമല്ലേ നടന്നിരിക്കുന്നത്? സിന്ദൂരി, വോട്ടുണ്ടാക്കുന്നവർക്ക് വിദേശയാത്ര ഓഫർ ചെയ്തായിരുന്നു വട്ടംകുളത്ത് നടന്ന തവനൂർ UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് CP ബാവ ഹാജി. നേരത്തെ നമുക്കറിയാം, ഈ തവനൂർ സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നപ്പോൾ തവനൂരിൽ സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നയാൾ കൂടിയാണ് CP ബാവ ഹാജി. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വലിയ പണം ഓഫർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ വിദേശയാത്ര ഓഫർ ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ചട്ടലംഘനം ഉണ്ടോ എന്ന് പരിശോധിക്കും. അതിനായി SP-യിൽ നിന്ന് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ ബൂത്തിലെയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കമ്മിറ്റിക്കും ഇത്തരത്തിൽ വിദേശയാത്ര UAE-യിൽ 15 ദിവസം താമസിക്കാനുള്ള സൗകര്യവും ടിക്കറ്റും നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് 15 ദിവസത്തെ യാത്രയാണ് അദ്ദേഹം ഓഫർ ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിൽ വാഗ്ദാനങ്ങളുമൊക്കെ നൽകുന്നത്, അല്ലെങ്കിൽ പണമോ വിദേശയാത്രകളോ ഒക്കെ വാഗ്ദാനം ചെയ്യുന്നത് സ്വാഭാവികമായും ചട്ടലംഘനത്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ ജില്ലാ ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടായേക്കും. അതിനുള്ള പ്രാഥമിക നടപടി എന്ന രീതിയിൽ ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിന്ദൂരി.